നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ടല്ലോ, നമ്മൾ പല രീതിയിൽ ഇഞ്ചികൾ നട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ ഹാങ്ങിങ് ബോർഡ്സിലെ മതിലിൻ്റെ സൈഡിൽ കൂടെയുള്ള ഇഞ്ചി. ഇപ്പോൾ ഒരാഴ്ച തുടർച്ച മഴയും കൂടെ ആയപ്പോഴത്തേക്കും അത് നല്ല ആയിട്ട് കയറി വരുന്നുണ്ട്. ഞാൻ ഇതിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അതിൻ്റെ തന്നെ നേരെ മുകളിൽ കണ്ടോ, മതിലിൽ കുറച്ച് അഡീനിയംസ് വെച്ചിട്ടുണ്ട്. അഡീനിയംസ് ഒക്കെ ആ മഴയെല്ലാം കഴിഞ്ഞ് വെയിൽ വന്ന് നല്ലപോലെ പൂത്തു തുടങ്ങിയതാണ്. ഇത് ഡബിൾ പെറ്റൽ അഡീനിയം ആണ് കേട്ടോ. പിന്നെ കുറച്ച് ഡബിൾ പെറ്റൽസ് അഡീനിയംസ് എൻ്റെ കയ്യിലുണ്ട്. ഇത് നല്ല ഒത്തിരി പഴക്കമുള്ള ഒരു അഡീനിയമാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അഡീനിയംസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂവിനേക്കാളും ആ പൂവില്ലാത്ത സമയത്തും അതിൻ്റെ കോഡക്സ് പല ഷേപ്പിൽ വന്ന് നിൽക്കുന്ന ആ ബോൺസായി ടൈപ്പ് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. പക്ഷെ ഇന്നത്തെ നമ്മുടെ വിഷയം അതല്ല. ഇന്ന് ഞാൻ വേറൊരാളിനെ പരിചയപ്പെടുത്താനാണ് വന്നത്. അപ്പോൾ ആ പുതിയ ആളിന് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. നമ്മുടെ തോട്ടത്തിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നതാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആള് ഇതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ചതുരപ്പയറിനായിരിക്കും. ഇറച്ചിപ്പയറെന്നും ഇതിനൊരു പേരുണ്ട്. ഇത് നമ്മൾ തോരൻ വെച്ചൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് നമ്മൾ മറ്റുള്ള പയർ വർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇറച്ചിപ്പയറെന്ന് പറയും പോലെ തന്നെയാണ് ഇതിൻ്റെ നമ്മൾ അടുപ്പത്തോട്ട് ഇട്ട് കഴിയുമ്പം വേറൊരു പ്രത്യേക തരത്തിലുള്ള മണവും ആ ഇറച്ചി വേകുമ്പോൾ ഉള്ള ഒരു മണവും കഴിക്കുമ്പോഴും അതുപോലെ തന്നെ ഇറച്ചിയുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇതിനെ ഇറച്ചിപ്പയറെന്നും പറയുന്നത്. അവിടെ നിന്ന് മാറി നിന്ന് ഉറുമ്പ് അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാറിയാ? കുഴപ്പമില്ല, മാറിയില്ല. സേഫായ? അപ്പോൾ ഇറച്ചിപ്പയറെന്നും പറയാറുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ പ്രത്യേകതയുള്ളത്, നമ്മൾ മറ്റുള്ള പയറുകൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ മാക്സിമം 4 മാസത്തെ വിളവോടുകൂടി അതിൻ്റെ വിളവ് കഴിയും അല്ലേ. പക്ഷെ ഇത് വർഷങ്ങൾ ഇതിൻ്റെ ചുവട് നിൽക്കും കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ നട്ടത് ഇതിന് വേറൊരു കാര്യമുള്ളത്, ഇതിന് 3 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പച്ച ഷോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തന്നെ പച്ച ലോങ് നല്ല നീളം ഉണ്ടാവും കേട്ടോ. ഏകദേശം ഇത്രയും നീളം ഉണ്ടാവും. പിന്നെ വയലറ്റിന് ഓൾ സീസൺ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഈ ചതുരപ്പയറിനോടുള്ള ഇഷ്ടം കാരണമായിരിക്കും എലി വന്നിട്ട് അതിൻ്റെ ചുവട് തോണ്ടി അത് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അപ്പം അങ്ങനെ വർഷങ്ങളോളം നിൽക്കും. പക്ഷേ ഇത് കൂടുതലും കായ്ച്ച് കിട്ടുന്നത്, കൂടുതലും എന്നല്ല, ഈ സാധാരണ വെറൈറ്റി പച്ച കായ്ക്കുന്നത് ഒക്ടോബർ മാസം മുതൽ പിന്നെ നമുക്കൊരു ഫെബ്രുവരി മാർച്ച് മാസം വരെയാണ്. എന്ന് വെച്ചാൽ പകൽ ദൈർഘ്യം കുറഞ്ഞ സമയം. ഇതിപ്പോൾ ഒരു ചുവട് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം നിന്ന് കിട്ടും. മറ്റുള്ള പയർ ഞാൻ പറഞ്ഞല്ലോ 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നടേണ്ടി വരും, കെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് കിഴങ്ങുണ്ടാവും. ആ കിഴങ്ങിൽ നിന്ന് അടുത്ത വർഷം ആ സമയമാകുമ്പോൾ, ഈ കായ്ക്കുന്ന സമയമാകുമ്പോൾ വീണ്ടും ഇത് പടർന്നു കയറി കായ്ച്ചോളും കേട്ടോ. ഒരു മരത്തിലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പടർത്തി വിടാം. പക്ഷെ നമ്മൾ വലുതായിട്ട് ഇങ്ങനെ പടരാൻ വിട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് പടർന്നു പോകും. അപ്പോൾ പിന്നെ നമുക്ക് പറിച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. തൂണുകൾ പോലെയുള്ളതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ താഴോട്ട് വന്നിട്ട് കായ്ച്ചിരിക്കുന്നുണ്ട്. നിറയെ ഇതിലെല്ലാം നിറച്ച് കായ്കളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറിച്ച് കാണിക്കാന്ന് വെച്ചാൽ പിന്നെ ഏണിയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് പറിച്ച് കാണിക്കേണ്ടി വരും. പിന്നെ അതിൽ നിന്ന് ഞാൻ താഴെ വീഴുകയാണെങ്കിൽ അതും ലൈവായിട്ട് കാണേണ്ടി വരും. അതുകൊണ്ട് അത് കാണണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കായ്ച്ചോളും കേട്ടോ. ഇത് എൻ്റെ ഒരു പഴയ കൊടംപുളിയുടെ മരമാണ്. ഇത് കായ്ക്കാത്തതാണ്. അപ്പോൾ അതിൻ്റെ ബ്രാഞ്ച് ഞാൻ വെട്ടിക്കളയാറുണ്ട്. അപ്പോൾ അതിലാണ് ഇതിനെ പടർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്ന് ഇനിയിപ്പം നമുക്കൊരു സ്റ്റൂൾ ഇട്ടോ അല്ലെങ്കിൽ ഒരു ഏണി ഇട്ടോ അല്ലെങ്കിൽ ഒരു കമ്പിൽ എന്തെങ്കിലും ഇത് പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതാ ഇങ്ങനെയൊക്കെ പറിച്ചെടുക്കാം. കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഏദൻ തോട്ടത്തിലെ ചതുരപ്പയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. ഇറച്ചിപ്പയർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൂടെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ ബായ്.